ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനൊരു അതിഥിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ വിഷു കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് ഏറെപ്പെട്ട ഒരു അതിഥിയാണ്. നമ്മളെ വീട്ടിലൊരു മെമ്പറായിട്ട് തന്നെ അതിരിക്കും. വേറൊന്നുമല്ല, ഇവിടെ ഒരു നാടൻ നായ്ക്കുട്ടി ഞാൻ കിട്ടിയിട്ടുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു പയ്യന് ഒരു 3-4 നായ്ക്കുട്ടിയെ കൊണ്ടുപോയെന്ന് പറയണ കേട്ടു. എൻ്റെ അച്ഛനാണ് പറഞ്ഞത്. സംഭവം കൊണ്ടുവന്ന ആളും എൻ്റെ അച്ഛനാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ കൊണ്ടുപോയ സമയത്ത് അത് ഇവിടെ നിന്ന് ഒരു 2-3 വീട്ടുകാർ, ഇവിടെയുള്ള 2-3 വീട്ടുകാർ ആ നായ്ക്കുട്ടികളെ എടുത്തു. കൂട്ടത്തിൽ ഒരു നായ്ക്കുട്ടിയെ എൻ്റെ അച്ഛനും കൊണ്ടുപോകുന്നു കേട്ടോ. കൊണ്ടുപോകുന്നിട്ട് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ കോമ്പൗണ്ട് ഇല്ല. അപ്പോൾ കോമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ട് കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ബ്രീഡ് ഞങ്ങൾക്ക് മേടിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഒരു നാടൻ നായ്ക്കുട്ടി അത്യാവശ്യം ഇതിനാകുമ്പോൾ പെട്ടെന്ന് അസുഖമൊന്നും വരത്തില്ല, പിന്നെ നമുക്ക് മറ്റ് ബ്രീഡുകളെ പോലെ ഹൈലി കോസ്റ്റായിട്ടുള്ള ചിലവൊന്നും അതിന് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ട്, വേറൊന്നുമല്ല. അച്ഛൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ ആഗ്രഹിച്ച് അച്ഛൻ കൊണ്ടുവന്നില്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ ആ ഒരു ഇഷ്ടത്തിനെതിരെ നിൽക്കാത്തത്. അപ്പോൾ ഇപ്പോൾ ആ പുള്ളി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. കൊണ്ടുവന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോഷിച്ച അവസ്ഥയിലായിരുന്നു. അതിൻ്റെ ആരോഗ്യം തന്നെ ഭയങ്കര ശോഷിച്ച അവസ്ഥയിലായിരുന്നു. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണത്തില്ലേ, അതുപോലെ ഭയങ്കരമായിട്ട് എല്ലും തോലുമായിട്ട് ആഹാരം കിട്ടാവുന്ന പോലത്തെ ഒരു അവസ്ഥ പോലെ ഇരുന്നു അതിനെ കാണാനായിട്ട്, ഭയങ്കര ഒരു ഇതായിട്ട്. അപ്പോൾ ഇപ്പോൾ അവൻ നല്ല ആക്റ്റീവായിട്ടുണ്ട്, ഫുഡൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്, നല്ലോണം ആഹാരം എടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫുഡും അവൻ കഴിക്കും. ഇപ്പോൾ നല്ലൊരു ചുണക്കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ആളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ അതിഥി. വിഷുവിൻ്റെ അടുത്ത ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥി. ഇവനിപ്പം കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്. വിഷുവിൻ്റെ അടുത്ത ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ് കേട്ടോ അച്ഛൻ കൊണ്ടുവന്നിട്ട്. പക്ഷേ ഇതിൻ്റെ ഫേസ് ഇങ്ങനെയൊന്നുമല്ല, ഒരുപാട് എന്താ പറയുക, കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു ഇവൻ്റെ. പിന്നെ അവനെ എന്താ കുളിപ്പിച്ച് സെറ്റാക്കി, നല്ല ഫുഡ് കൊടുത്തു, പിന്നെ മെഡിസിനൊക്കെ കൊടുത്തായിരുന്നു. അവനും വയറിളക്കം ഒന്നും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനുള്ള മെഡിസിൻ ഞങ്ങൾ കൊടുത്തായിരുന്നു. അതിന് ശേഷമാണ് ഫുഡ് അടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും പുള്ളി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. രാത്രി ചില സമയത്ത് വിളിയൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ ഇപ്പം ഇണങ്ങിയിരിക്കുന്നത് എൻ്റെ അടുത്താണ്. കാരണം ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പുറത്ത് കൊണ്ടുപോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഇണക്കമുണ്ട്. എന്നിരുന്നാലും ഇപ്പം വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും. പേരിട്ടിട്ടില്ല, എടാ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. എന്നാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇത് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇവൻ്റെ കണ്ടീഷൻ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നല്ല ആരോഗ്യമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ആക്റ്റീവായിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോഴത്തെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭയങ്കര പേടിയായിരുന്നു. വിളിച്ചാൽ ഒതുങ്ങി നിൽക്കുക, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരിത്, കണ്ണൊക്കെ ഇങ്ങനെ താഴ്ത്തി നിന്നിട്ട് ഭയങ്കര ഒരിതായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ അങ്ങനെ ഇപ്പം ഇതിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ, അത് നോക്കണ്ട. ഇങ്ങോട്ട് ക്യാമറ നോക്കിയേ, ക്യാമറ നോക്ക്. കണ്ടോ വയസ്സ്? ഇതിപ്പോൾ ഇവൻ്റെ ഈ ഭാഗം കൊണ്ടല്ലോ, ഈ ഭാഗം ഭയങ്കരമായിട്ട് ഒട്ടിയൊക്കെയാണ് ഇരുന്നത്. ഇവന് കണ്ടീഷൻ ഭയങ്കര ഒരു മോശമായിട്ടെന്നുള്ളൊരിതായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് പുള്ളിയൊന്ന് ആക്റ്റീവായത്. ഇവൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് കുളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പം ഞങ്ങൾ കുറച്ച് കെയർ ചെയ്യുന്നുണ്ട്. അവൻ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. ചെള്ളൊക്കെ ഉണ്ടായിരുന്നു. ചെള്ളൊക്കെ ഞങ്ങൾ ഇതിനുള്ള മെഡിസിൻ കൊടുത്ത് കുറേയൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇപ്പം ഓക്കെ ആയി. ഇപ്പം നേരത്തെ ഈ ഭാഗത്തെ വാരിയെല്ലൊക്കെ ഇങ്ങനെയൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒട്ടി. അവൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് അവ ഇരുന്നത്. ഇപ്പം നല്ല കുറച്ച് ആക്റ്റീവായിട്ട് അവ ഇരിപ്പുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമുള്ളതിൽ തന്നെയാണ്. അത്യാവശ്യം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം അങ്ങനെ പുറത്തങ്ങനെ വലുതായിട്ട് അങ്ങനെ കൊണ്ടിറക്കില്ല. എന്നാൽ ഇവന് കുറച്ച് എക്സസൈസ് ചെയ്യാനൊക്കെ ഞങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സസൈസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ളൊരു ഗ്യാപ്പ് ഞങ്ങൾ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവന്. സങ്കടം വന്നോ? സങ്കടം വന്നോടാ? സങ്കടം വന്നോ? സങ്കടം വന്നോ? സങ്കടം വന്നോ?
ഇതിൻ്റെ ഇവിടെ പാറ്റേൺ ഉണ്ട് ഗൈസ്, ഇവിടുത്തെ 2 റൗണ്ട്. ഞാൻ കൊണ്ടുവന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കേസായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊരു ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ 2 റൗണ്ട് പോലത്തെ ഒരു സംഭവം. കാണാൻ സുന്ദരനല്ലേ ഇവൻ? ഗൈസ് പറയൂ, നിങ്ങൾ തന്നെ പറയൂ, കാണാൻ സുന്ദരനല്ലേ ഇവൻ? ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയത്തൊക്കെ ഇവന് ട്രെയിനിങ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇവൻ എത്ര പ്രായമാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോഴേ ട്രെയിനിങ് കറക്റ്റ് കൊടുത്താൽ ശരി. അപ്പോൾ എനിക്ക് ഫ്രീ ആവുന്ന ടൈമെല്ലാം ഞാനിവന് മാക്സിമം ഞാൻ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഫുഡൊന്നും കഴിക്കില്ല കൊടുത്താൽ, പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് കഴിക്കും, പിന്നെ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഛർദിക്കും, കഴിച്ച ഫുഡ് അങ്ങനെ കളയും. പിന്നെ എന്താ പറയുക, ഒതുങ്ങി കിടക്കുക അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അവന് ആ മെഡിസിനൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് ഓക്കെ ആയത് തന്നെ. അപ്പോൾ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് കുടിക്കുന്നുമുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. പാല് കൊടുത്ത് നോക്കിയിട്ട് അവൻ കുടിച്ചില്ല, അറിയത്തില്ല. ഫസ്റ്റ് ആദ്യ ഡേ കൊടുത്തായിരുന്നു. പിന്നെ ഇനിയിപ്പം അത് കൂടെ കൊടുത്ത് നോക്കണം ഒന്നുകൂടെ. പിന്നെ ഞങ്ങൾ ഇവന് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നല്ല നല്ല പേരുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നല്ല പേരുകൾ പ്രതീക്ഷിക്കുന്നു. പെട്ടെന്നൊരു പേരിട്ടിട്ട് ഞങ്ങളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇവന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എന്നാൽ ഇവൻ ഇപ്പോൾ ഇവിടെ ഒരു ഓമന കുട്ടനായിട്ട് ഇരിക്കുകയാണ്. നല്ല പേര് നോക്കുന്നു. ഞാൻ ഞാൻ കുറച്ച് നോക്കി, പക്ഷേ എനിക്കത് കുറച്ച് ആപ്റ്റായിട്ട് തോന്നിയില്ല. എന്നാലും നിങ്ങളുടെ ഒരു സജഷനും കൂടെ ഞാൻ ചോദിക്കുകയാണ്. നല്ല പേരുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ അതിൽ നിന്ന് ഏതെങ്കിലും ഇവന് കൊടുക്കാം പേര്. എന്തായാലും ഞാനൊരു പേര് ഇടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായവും ഞാൻ മാനിക്കാം. എനിക്ക് 2 പൊമേറും ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്കും പിന്നെ ഒരു വൈറ്റും. അതിൽ വൈറ്റിന് ഞാൻ ഒരാൾക്ക് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. ബ്ലാക്കിന് ഞാൻ അങ്ങനെ കൊടുത്തില്ല, കാരണം വേറെ ഒന്നുമല്ല, അവന് ഞങ്ങൾ പറയണ എല്ലാ കാര്യങ്ങളും അവന് കറക്റ്റാണ് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു 6 മാസം ഞങ്ങളുടെ ഒരടുത്ത് തന്നെ ആയിരുന്നു. കാരണം ഞങ്ങളുടെ കൺവെട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും സംസാരിക്കും, അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ പിന്നീട് അവൻ്റെ അടുത്ത് എടാ അങ്ങനെ ചെയ്യല്, എടാ അവിടെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് മാറിയിടാ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ മതി, പുള്ളിക്ക് അങ്ങ് മനസ്സിലാവും കാര്യം. അങ്ങനെ ഭയങ്കര അനുസരണയുള്ള കാര്യം ഒരു നായ്ക്കുട്ടിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എന്താ പറയുക, ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാത്തൊരു നായ്ക്കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കര വിഷമം പോയെന്ന് പറഞ്ഞാൽ, പിന്നെ ആ ബ്ലാക്ക് പൊമേറിന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനെ ഞങ്ങൾ ഒരിക്കൽ രാവിലെ പുറത്ത് മൂത്രമൊഴിക്കാനും മറ്റൊക്കെ ആയിട്ട് തുറന്നു വിട്ട് അത് പോയാൽ ഈ ചുറ്റുവട്ടം നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു ദിവസം നോക്കിയപ്പോൾ അച്ഛനാണ് കണ്ടത് കേട്ടോ. അത് പോയിട്ട് വന്നിട്ട് കൂട്ടിൽ കയറിയിട്ട് പിന്നെ അച്ഛൻ കൂടടയ്ക്കാൻ നേരത്തെ കണ്ടതെന്ന് വെച്ചാൽ ഈ വായിക്കൂടെയൊക്കെ പദം വന്നിട്ട് പിന്നെ ഒരുമാതിരി വടി പോലെയായി ശരീരം അതിൻ്റെ. അങ്ങനെയൊക്കെയാണ് കണ്ടത് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി. സംഭവം വേറൊന്നുമല്ല, വിഷം കഴിച്ചിട്ടാണ് ഞങ്ങളെ വീടിൻ്റെ മേളിൽ ഒരാൾ ഇതുപോലെ പട്ടികൾക്ക് അവിടെ എന്താ പട്ടി ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞിട്ട്, വേറെ പട്ടികൾ ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞിട്ട് വിഷം വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾ ഞങ്ങളെ ഇൻഫോം ചെയ്തെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തുറന്ന് വിടില്ലായിരുന്നു. കാരണം അവൻ അങ്ങോട്ട് ആ ഭാഗത്തോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആൾ ഇൻഫോം ചെയ്തുമില്ല. അത് അങ്ങനെ ഇത് പോയിട്ട് അത് കഴിക്കുകയും അതങ്ങനെ ഞങ്ങളെ കൂടുതൽ ചത്തുപോവുകയും ചെയ്തു. ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ അത്രയേറെ ഓമനിച്ച് വളർത്തിയ ഒരു നായ്ക്കുട്ടിയായിരുന്നു അത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവനെ നന്നായിട്ട് നോക്കണം. അവന് കുഴപ്പമൊന്നുമില്ല, നല്ല ചെല്ല കുട്ടിയായിട്ട് തന്നെ ഇപ്പോൾ ഇരിപ്പുണ്ട്, നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. പുതിയ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ പറ. ഇതേ നോക്കിയേ കണ്ട. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇവൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടും പിന്നെ ഞാൻ വേറെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.